പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകരുത്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഈ ഒരൊറ്റ പദം തന്നെ മതി നമ്മുടെ ജീവിതം ബലപ്പെടാൻ. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനല്ലോ. അടുത്ത വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയില്ല. ഇനി പാപങ്ങൾക്ക് വേണ്ടി പരിഹാരകനായി ആരും ഈ ഭൂമിയിൽ വരാനില്ല. മാനവകുലത്തിന്റെ പാപപരിഹാരകനായ രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. കർത്താവ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി ആ കർത്താവിനെ അനുസരിക്കാതെ, അവന്റെ വചനം ഏറ്റെടുക്കാതെ, തന്റെ വഴിയിൽ ജീവിക്കാതെ പോകുന്ന വ്യക്തികൾക്ക് ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും ദഹിപ്പിക്കുവാൻ വെളിപ്പെടുവാനിരിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. ഇനി മറ്റൊരു പരിഹാര ബലി ഇവിടെ ഇല്ല എന്നുള്ള സത്യവും ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. അവിടെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് 24-25 വാക്യങ്ങളിൽ ഉത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക എന്ന പദം 25-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. മറ്റുള്ളവരെ കർത്താവിൽ നിലനിൽക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും എൻകറേജ് ചെയ്യുക. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ കാണുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരോട്, സഭാവിശ്വാസികളോട് പറയുന്നു, മറ്റുള്ളവരെ, നിങ്ങളുടെ പരിചയങ്ങളിലുള്ളവരെ, സഭാവിശ്വാസികളെ, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരെ, ആ ദൈവകൃപയിൽ അവർ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അപ്പോസ്തലന്മാർ ഇത് രേഖപ്പെടുത്തിയത് അവർ ചെയ്ത കാര്യമാണ്. അവരെന്താണ് ചെയ്തത്? അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിനകത്ത് അവർ ചെയ്തത്, അവർ ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്നൊരു വാക്ക് അവിടെ കാണാം. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ആ വാക്യം ഒന്ന് വായിക്കാം. ആ പദം, ആ ലാസ്റ്റിലത്തെ വേർഡ് മാത്രം. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, ഈ ഓൺലൈൻ സർവീസുകൾ പോലും നടത്തപ്പെടുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത്, മെസ്സേജുകൾ വീഡിയോയായി നിങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ബൈബിൾ, ഇതെല്ലാം വചന കേൾവി എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും നിലനിർത്തുന്നതും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതുമാണ്. പൗലോസ് പറയുന്നത് നമുക്കറിയാം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ കർത്താവിനെ സേവിക്കുവിൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാൾ സമീപിക്കുന്നു എന്ന് മനസ്സിലാക്കും തോറും കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരും വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ആരും വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണു പോകാതെ, ആരും പിന്മാറിപ്പോകാതെ, അവർ വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ അന്യോന്യം അവരെ ഉത്സാഹിപ്പിക്കുകയും അന്യോന്യം ബലപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കുറേയും കൂടെ വ്യക്തമാകും. ഇനി 35 മുതലുള്ള ഭാഗങ്ങൾ വായിച്ച 10-ാം അധ്യായത്തിന്റെ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള, ആ വേർഡൊക്കെ അതിശക്തമാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത്
വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമോ? ദൈവികമായ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയണമോ? അതിന് പേഷ്യൻസി അല്ലെങ്കിൽ ക്ഷമ നിങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ അതാണ് തുടക്കത്തിലെ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അന്നേരം സാധിക്കണം. നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുന്ന കാര്യം അന്നേരം നടക്കണം. നടന്നില്ലെങ്കിൽ നടത്താത്തവരോട് നമുക്ക് പിണക്കമാണ്, ദൈവത്തോട് നമുക്ക് പിണക്കമാണ്, എല്ലാത്തിനോടും നമുക്ക് ബുദ്ധിമുട്ടാകുന്നു. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവികമായ വാഗ്ദത്തം പ്രാപിക്കുവാനും ഒരു സഹിഷ്ണുത നമുക്ക് ആവശ്യമാകുന്നു എന്ന് ദൈവവചനത്തിൽ ഒരു പേഷ്യൻസി നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആ ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. അത് പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്ത വാക്യം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് വരാനുള്ളവൻ വരും, താമസിക്കില്ല. അതിനൊരു ആമീൻ പറയാമോ സഭ? ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ മേഘാരൂഢനായി വേഗത്തിൽ മടങ്ങി വരും. അടുത്ത വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. എന്നാൽ എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാവരെയും കർത്താവ് വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നു, നാമോ നിങ്ങളുടെ സ്വന്തം കൈ നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ നെഞ്ചിലോ വെച്ച് പറയുക, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. നാശത്തിലേക്ക് പോകുന്ന, പിന്മാറ്റത്തിലേക്ക് പോകുന്ന, പിറുപിറുക്കിലേക്ക് പോകുന്ന, പരിഹാസികളുടെ കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാകാനല്ല, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി തീരുവാനല്ല കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ നാം ആകേണ്ടത്. നിങ്ങൾക്കറിയുമോ, ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനമെന്ന് വിശ്വസിക്കപ്പെടുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നിങ്ങൾക്കൊരു മഹാപ്രതിഫലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു വേണം നിങ്ങൾ വിശ്വസിക്കുവാൻ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിശ്വസിക്കുവാൻ. എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിശ്വസിക്കുവാൻ. തൊട്ടുമുകളിലേക്ക് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെക്കുറിച്ചും പുതിയ നിയമസഭയുടെ ആഴമേറിയ വെളിപ്പാടുകളെ കുറിച്ചും ഒക്കെ സവിസ്തരമായി വർണ്ണിച്ചതിന് ശേഷമാണ് 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ. അപ്പൊ എന്താണ് ആശിക്കേണ്ടത്, എന്തിലാണ് ഉറപ്പിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നത് 10-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ വായിച്ച വാക്യം 39-ാം വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ന്റെ 39-ാം വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. നിങ്ങൾക്കറിയാമോ, സാത്താന്യ സാമ്രാജ്യത്തിന്റെ, പൈശാചിക മണ്ഡലത്തിന്റെ എല്ലാ കാലത്തെയും ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ നാശത്തിലേക്ക് പിന്മാറണം എന്നുള്ളതാണ്. സാത്താൻ തന്റെ തന്ത്രങ്ങൾ മുഴുവൻ മെനയുന്നത്, പിശാചിന് എതിർപ്പുള്ളത് അല്ലെങ്കിൽ പിശാച് പോരാടുന്നത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തോടാണ്. നിങ്ങളുടെ കാറ് നഷ്ടപ്പെടണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ വീട് പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് വസ്തുവകകൾ ഉണ്ടാകരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഉണ്ടായിക്കോ, പക്ഷേ നിനക്കൊരു കാര്യം ഉണ്ടാകരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. എന്താണത്? നിനക്ക് ദൈവത്തോടുള്ള ആശ്രയബോധവും
വിശ്വാസവും ഉണ്ടാകരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാലത്തും ദൈവജനത്തെയും മനുഷ്യനെയും നശിപ്പിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയി, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി തകർത്തു കളയുവാനുള്ള പദ്ധതികളാണ് സാത്താൻ എല്ലാ കാലവും ഒരുക്കുന്നത്. ഈ മെസ്സേജിന്റെ വളരെ ഗൗരവമുള്ള വിശ്വാസം എന്ന വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ഭാഗത്തിലേക്ക് നമ്മൾ വരികയാ സഹോദരങ്ങളെ. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിലും പിശാച് അതിശക്തമായി അവന്റെ നാളുകൾ അവസാനിക്കുവാൻ നേരമായി എന്ന് മനസ്സിലാക്കി, തന്റെ കാലം കഴിയാൻ ഇനി അധികം നാളുകൾ ഇല്ല എന്ന് മനസ്സിലാക്കി, ആ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെങ്ങലകൾ കൊണ്ടുവന്ന് അവനെ ബന്ധിച്ചു തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുവാൻ ഇനി അധികകാലമില്ലെന്ന് തിരിച്ചറിഞ്ഞ സാത്താൻ അതിവേഗത്തിൽ അനേകരെ ദൈവാശ്രയബോധത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും പുറകിലേക്ക് വലിച്ചെറിയുവാനും നരകത്തിൽ അവരുടെ ആത്മാവ് നിബദിക്കുവാനും അവൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റ് യാതൊരു ഏരിയകളിലും അവൻ നിങ്ങളോട് എതിർപ്പില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ സാത്താൻ എതിർപ്പില്ല. നിങ്ങളൊരു നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിൽ സാത്താൻ എതിർപ്പില്ല. നിങ്ങൾ വസ്തു മേടിക്കുന്നതിലോ വീട് കെട്ടുന്നതിലോ പിശാചിന് എതിർപ്പില്ല. പക്ഷെ നിങ്ങൾ കൂടുതലായി ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഈ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ സാത്താന്യ മണ്ഡലം അസ്വസ്ഥമാകുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആരിലും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. ജീവനുള്ള ദൈവത്തെ, ആ പദമൊക്കെ ശ്രദ്ധയോടെ വായിക്കുന്നവർക്ക് ആത്മാവിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഞാൻ സേവിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എന്തിനെയോ അല്ല, ഏതിനെയോ അല്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്, നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടും ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്നവരെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തൊഴുകയോടെ സ്നേഹാദരവോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, ജീവനുള്ള ദൈവത്തെ ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ഈ വിഷയം നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ സാത്താൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? എന്നെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുവാനും എന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാനും എന്റെ ദൈവാശ്രയ ബോധത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും ഇല്ലായ്മ ചെയ്യുവാനും എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുവാനും പിശാച് ശ്രമിക്കുന്നുണ്ടോ? വിശുദ്ധ ബൈബിളിനകത്ത് എത്രയോ തെളിവുകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടെന്നറിയുമോ? അതിൽ പഴയ നിയമത്തിൽ കാണുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി, ഒരു പിക്ചറാണ് ഇയ്യോബിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ ജോബിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പെർമിഷൻ മേടിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കവിടെ കാണാം. കർത്താവിന്റെ ദാസൻ ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നന്നായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു. സാത്താനോട് യഹോവയായ ദൈവം പറയുന്നു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചിരിക്കുന്നുവോ?
അപ്പോൾ സാത്താൻ ഇയ്യോബിന്റെ മേൽ കണ്ണുവെച്ചത് ദൈവം അറിഞ്ഞു. ഞാൻ അവന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു ദൈവമേ എന്ന് പിശാച് പറയാതെ ദൈവം അതറിഞ്ഞു. മനസ്സിലാക്കുക, ഇയ്യോബിനെ കുറിച്ച് ദൈവം സാത്താന്റെ മുൻപിൽ പറയുന്ന സാക്ഷ്യം, ഇത് സഭയിലെ വിശ്വാസി പറയുന്ന സാക്ഷ്യമല്ല, ഇത് ഭാര്യ പറയുന്ന സാക്ഷ്യമല്ല, ഇത് ഭർത്താവ് പറയുന്ന സാക്ഷ്യമല്ല, ഇത് കൂട്ടുവേലക്കാർ പറയുന്ന സാക്ഷ്യമല്ല. സാക്ഷാൽ സാത്താനെ നിർത്തിക്കൊണ്ട് സർവശക്തനാകുന്ന ദൈവം പിശാചിന്റെ മുഖത്തു നോക്കി തന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. അവൻ നിഷ്കളങ്കനാണ്, ഇയ്യോബ് നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവഭക്തനാണ്, അവൻ ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവനാണ്. അവനെ പോലെ ഒരെണ്ണത്തെ ഈ ഭൂമിയിൽ എടുക്കാനില്ല. ഹല്ലേലൂയ, ആമീൻ. എന്നാൽ പിശാച് ദൈവത്തോട് പറയുകയാണ്, അവനെ എനിക്ക് നശിപ്പിക്കണം. ആരെയാണ് സാത്താനെ നശിപ്പിക്കേണ്ടത്? സാത്താനെ നശിപ്പിക്കേണ്ടത് 600 ഏക്കർ ഉള്ളവനെ അല്ല. സാത്താനെ നശിപ്പിക്കുവാൻ പദ്ധതിയുള്ളത് നിനക്ക് 3-4 കാറുണ്ട്, ആ കാരണത്തിലല്ല. സാത്താൻ നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കുന്നത് പുള്ളിക്കൊരു 10-20 കോടി രൂപ കയ്യിലുണ്ട്, അവനെ അങ്ങ് നശിപ്പിച്ചേക്കാം. അല്ലല്ല, സാത്താൻ എല്ലാ കാലത്തും ദൃഷ്ടി വയ്ക്കുന്നത്, പൈശാചിക മണ്ഡലം എല്ലാ കാലത്തും പോരാടുവാൻ ശ്രമിക്കുന്നത് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്ന് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്ന ഇയ്യോബിനെ പോലുള്ള ദൈവഭക്തന്മാരെയാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. 3-ാമത്തെ വാക്യം കഴിഞ്ഞ് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തുകളയും. 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയെയും മാംസത്തെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പിശാച് ദൈവത്തോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവമേ, നീ അവനെ ഒന്ന് തൊട്ടേ, അവനെ ഒരു പരീക്ഷയിലൂടെ ഒന്ന് കടത്തിവിട്ടേ, അവന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് നീ ഒന്ന് അനുവദിച്ചേ, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും. ഇതാണ് എല്ലാ കാലത്തും പിശാചിന്റെ ആഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ വാ കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പറയണം, നിങ്ങൾ നിങ്ങളുടെ വാ കൊണ്ട് ദൈവത്തെ തള്ളി പറയണം, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് അവിശ്വസിക്കണം, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകണം. ഇതിനുവേണ്ടി 24/7 365 ഡേയ്സും നിന്റെ ലൈഫിൽ പിശാച് ഒരു ദൈവഭക്തന് വിരോധമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന സത്യം ഈ ഭാഗത്തുനിന്ന് വ്യക്തമല്ലേ? വ്യക്തമല്ലേ? എന്താണ് പിശാചിന്റെ ആഗ്രഹം? യോബിന് ആടുണ്ട്, മാടുണ്ട്, ഒട്ടകമുണ്ട്, അവന്റെ ലൈഫിൽ ഒരുപാട് ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ട്. സാത്താൻ ഒരിക്കലും പറയുന്നില്ല അവന്റെ ആടിനെല്ലാം രോഗം വരട്ടെ, അവന്റെ ആടുകളെല്ലാം പോകട്ടെ. നോ, സാത്താന്റെ ആഗ്രഹം ഇയ്യോബെന്ന് പറയുന്ന മനുഷ്യൻ ദൈവഭക്തിയിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും പോണം. അവൻ ദൈവത്തെ ത്യജിച്ചു പറയണം. ഈ സത്യം ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? പ്രൈസ് ഗോഡ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം കാണാം. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുതെന്ന് കൽപ്പിച്ചു. അവന്റെ പ്രാണനെ തുടരുത് എന്ന് കൽപ്പിച്ചു. ദൈവം അനുവാദം കൊടുക്കുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഇനി ചില ചിത്രങ്ങളുടെ അകമ്പടിയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗം ഒന്ന് വിവരിക്കുകയാണ്. ഇയ്യോബിനെ സംബന്ധിച്ച് അവൻ ഒരുപാട് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നു. ആടുമാടുകൾ അവനുണ്ടായിരുന്നു, വസ്തുവകകൾ അവനുണ്ടായിരുന്നു. ഒരുപാട് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒത്തിരി മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അവന്റെ ലൈഫിൽ ദൈവം കൊടുത്തിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് തന്റെ ജീവിതത്തിലേക്ക് വന്ന് തന്റെ ശരീരം നിറയെ വ്രണങ്ങളും പരുക്കളും ബാധിച്ചപ്പോൾ തനിക്കെന്ത് സംഭവിച്ചു എന്ന് ചുറ്റും നിൽക്കുന്നവർ നോക്കി നിൽക്കത്തക്ക നിലയിൽ തന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ടു. ഈ വ്രണങ്ങളാൽ നിറയപ്പെട്ട ഇയ്യോബ് ആ നിലകളിലായിരിക്കുമ്പോൾ
സാത്താൻ എന്തെല്ലാം പരീക്ഷകൾ അഴിച്ചുവിട്ടിട്ടും ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞിട്ടും ദൈവാശ്രയബോധം തെല്ലും നഷ്ടപ്പെടുത്താതെ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച, ആ വ്രണങ്ങളും വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ, ദൈവത്തോട് പ്രാർത്ഥിച്ച ഇയ്യോബിനെ വീണ്ടും തളർത്തേണ്ടതിന് സാത്താൻ ആരെ കയ്യിലെടുത്തെന്നറിയാമോ? ഇയ്യോബിന്റെ ഭാര്യയെ കയ്യിലെടുത്തു. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറയുവാനിടയായി, നിങ്ങൾ എന്തിനാണ് ഈ ദൈവത്തെ സേവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവനിൽ വിശ്വസിക്കുന്നത്? ഈ ദൈവത്തെ നിങ്ങൾക്കങ്ങ് ത്യജിച്ചു കളഞ്ഞൂടെ? ഈ ദൈവത്തെ നിങ്ങൾക്കങ്ങ് തള്ളിക്കളഞ്ഞൂടെ? ഈ ദൈവത്തെ നിങ്ങൾക്കങ്ങ് ഉപേക്ഷിച്ചൂടെ? ഇനിയും ദൈവത്തെ വിളിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കേണ്ട വല്ല കാര്യവും നിങ്ങൾക്കുണ്ടോ എന്ന് സ്വന്തം ഭാര്യ, തന്റെ ശരീരത്തിന്റെ ഭാഗമായ ഭാര്യ, തന്റെ ജീവിത പങ്കാളി ഇയ്യോബിന്റെ നേരെ വിരൽ ചൂണ്ടി. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇയ്യോബ് എന്താണ് തന്റെ ഭാര്യയോട് പറഞ്ഞതെന്നറിയാമോ? വാക്യം 9-10. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നോക്കുക, ഇത് സാത്താൻ, ഇത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സാത്താൻ വ്യക്തമായി ഒരു സ്ത്രീയെ കരത്തിലെടുത്ത് അവളുടെ അധരത്തിലൂടെ സംസാരിക്കണം. ഇതാണ് പിശാചിന്റെ ആഗ്രഹം. ഒന്ന്, നീ ദൈവത്തെ ത്യജിച്ചു കളയണം. രണ്ട്, മനസ്സിൽ ഒരു ചിന്ത നിനക്ക് തരുന്നു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചു കളക. അപ്പോൾ മരണം എന്ന് പറയുന്നത് ദൈവം അനുവദിക്കാത്ത മരണം, ആത്മഹത്യ, ആ നിലകളിൽ നിരാശകൾ അകത്തു കൊണ്ടുവന്നിട്ട്, ഭാരം അകത്തു കൊണ്ടുവന്നിട്ട് അങ്ങ് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത നിന്റെ അകത്തു കൊണ്ടുവരുന്നത് സാത്താനാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് വ്യക്തമല്ലേ? രണ്ട്, ജീവനുള്ള ദൈവത്തെ അങ്ങ് ത്യജിച്ചു കളയുക എന്ന ചിന്ത നിന്റെ അകത്ത് കൊണ്ടുവരുന്നത് പൈശാചിക ശക്തികളല്ലേ? ഈ വചനഭാഗത്തിലൂടെ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇയ്യോബ് അതിന് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? അവളുടെ ഭാര്യയോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. വെരി ഇമ്പോർട്ടന്റ്. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദേഷ്യം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, വിഷമം വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നാം വാ തുറന്ന് നമ്മുടെ വാ കൊണ്ട് ചിലത് സംസാരിക്കുന്നു. അത് കേൾക്കാൻ പിശാച് ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നവൻ മാറി നിന്നത് ശ്രദ്ധിക്കുന്നു. മറുഭാഗത്ത് നിന്നെ വിളിച്ച ദൈവം, നിന്നെ വേർതിരിച്ച ദൈവം, നിന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ കർത്താവ് അതിൽ ദുഃഖിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. ഇയ്യോബിനെ പോലെ സകല വഴികളും അടഞ്ഞാലും, എല്ലാ വാതിലുകളും അടയപ്പെട്ടാലും, കൂടെ നിൽക്കുന്നവർ പോലും നിനക്കെതിരെ വിരൽ ചൂണ്ടിയാലും ത്യജിച്ചു കളയാത്ത അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കുക. ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്, എല്ലാ കാലത്തും വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ വ്യക്തിപരമായി അയച്ചുകൊണ്ട് സാത്താന്യ ശക്തികൾ, സാത്താന്യ സാമ്രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊരു നിലയിലല്ല, നിങ്ങളുടെ വിശ്വാസ ജീവിതം തകർന്നു പോകണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം ഞാൻ കാണിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 31-32 വാക്യങ്ങളിൽ യേശു കർത്താവ് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ശിഷ്യൻ, അങ്ങനെ വേണം പറയാൻ, ഒന്നാമൻ പത്രോസ് എന്നല്ലേ എഴുതിയിരിക്കുന്നേ. ആ പത്രോസിനോട് യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വചനമുണ്ട്. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പാറ്റേണ്ടതിന്, പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു, എന്നോട് ആവശ്യപ്പെട്ടു. ഇയ്യോബിന്റെ വിഷയത്തിലും പത്രോസിന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. പിശാചിന് ഈ ഭൂമിയിൽ
സ്വന്തമെന്ന് പറയാനൊന്നില്ല, ഒന്നുമില്ല ഇവിടെ. സകലതും ദൈവത്തിന്റെയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ വേറൊരാൾക്ക് കയറി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരാൾക്ക് കയറി ഒന്നിരിക്കാൻ പറ്റില്ല. എന്നതുപോലെ സാത്താൻ എന്ന് പറയുന്ന ദുഷ്ടന്, കള്ളന് ഈ ഭൂമിയിൽ സ്വന്തമായി ഒന്നുമില്ല. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. സകലതും ദൈവത്തിൻ്റെതാണ്. പക്ഷേ ലോകം ഇപ്പോൾ ദുഷ്ടന്റെ അധീനതയിലാണ്. സാത്താന്യ ശക്തികൾ എല്ലാ കാലവും തന്റെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനും ജനം ദൈവത്തിലേക്ക് അടുക്കാതിരിക്കുവാനും എപ്പോഴും ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ എന്താണ് യേശു ക്രിസ്തുവിനോട് സാത്താൻ ആവശ്യപ്പെട്ടത്? നിന്റെ കൂടെ നടക്കുന്ന ശിഷ്യനില്ലേ, നീ തെരഞ്ഞെടുത്ത ആ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനിനെ പോലും കിട്ടാതെ നിരാശനായി അവൻ നിന്നപ്പോ അവന്റെ അടുക്കൽ ചെന്ന് നിന്റെ പടക് കരയിൽ നിന്ന് അല്പം നീക്കായെന്ന് പറഞ്ഞ് അവന്റെ പടകിൽ കയറി ആഴത്തിലേക്ക് വല വീശുക എന്ന് അവനോട് ആവശ്യപ്പെട്ട് വല നിറയെ മീൻ കയറി കഴിഞ്ഞപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ, നാഥാ, ഞാനൊരു പാപിയാകുന്നു, എന്നെ വിട്ടുപോകണമേ എന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ പത്രോസില്ലേ, ആ പത്രോസിനെ എനിക്കൊന്ന് ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റണം. എനിക്കതിന് അനുവാദം തരണം. യേശു ക്രിസ്തു ഈ കാര്യം പത്രോസ് അറിയാതെ നടന്ന ഈ സംഭവം പത്രോസിനോട് പറയുകയാണ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ പദം ഒന്ന് ശ്രദ്ധിക്കണേ ദയവായി, പ്ലീസ്. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ, നീ വിശ്വാസത്തിൽ നിന്ന് പോകാതിരിക്കുവാൻ. പ്രൈസ് ഗോഡ്. പത്രോസേ, എനിക്ക് നിന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നാമതേ നിനക്ക് ഈ പറഞ്ഞ സാധനം വളരെ കുറവാ, വിശ്വാസം. പിന്നെ ആകെ ഉള്ളത് കുറച്ച് എടുത്തു കേട്ടാ. എന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവനെ ഏത് നിലയിലൂടെ കയറ്റിവിട്ടാലും അവൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. പക്ഷെ പത്രോസേ, നിനക്ക് വാചക വഴി മാത്രമേ ഉള്ളൂ, സംസാരം മാത്രമേ ഉള്ളൂ, എടുത്തിയാട്ടം മാത്രമേ ഉള്ളൂ. പല സന്ദർഭങ്ങളിലും നിന്റെ വിശ്വാസം ആ ശോധനകളുടെ നടുവിൽ വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കറിയാം. ഒരിക്കൽ ഞാൻ നിന്നെ കടലിന്റെ മുകളിലൂടെ നടക്കാൻ ക്ഷണിച്ചപ്പോൾ നീ എന്റെ കണ്ണേലോട്ട് നോക്കി കടലിന്റെ മുകളിലൂടെ കാലൂന്നി നടന്നു. പക്ഷെ ഞാൻ വള്ളത്തിലല്ല വെള്ളത്തിലാണെന്ന് ചിന്തിച്ച് നീ താന്നു പോയപ്പോൾ അന്ന് ഞാൻ നിന്നെ കയറി പിടിച്ചതാണ്. തിരയും കാറ്റുമോളവും ആഞ്ഞടിച്ച സമയത്ത്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നുള്ള ആ സ്തോത്രം, ആ ചോദ്യം ഞാൻ കേട്ടതാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ എനിക്ക് നിന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ഭാഗത്ത് നിനക്ക് ഭയങ്കരമായ എക്സൈറ്റ്മെന്റും ഉണ്ട്, മറുഭാഗത്ത് ചില സമയങ്ങളിൽ പെട്ടെന്ന് നീ അങ്ങ് വീക്കായി പോകുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളവരാണ് 100-ൽ 95% ആൾക്കാരും. എല്ലാം പത്രോസുമാരാണ്. വചനം അങ്ങോട്ട് കേട്ട എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ എന്തും ചെയ്തു കളയും. പക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധികളോ ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ നമ്മളെ പാറ്റുന്നതായ സാഹചര്യങ്ങൾ വരുമ്പോൾ തകർന്ന് തരിപ്പണമായി പോകും. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, യഗസ്കേലിനോട് ദൈവം പറഞ്ഞു, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ നീ അതിന്റെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്ക എന്ന്. എല്ലാരെയും ദൈവം ചുറ്റിക്കില്ല. ചുറ്റിക്കാൻ കൊള്ളാവുന്നവനെ ദൈവം ചുറ്റിക്കുള്ളൂ. എല്ലാവരെയും ദൈവം പരീക്ഷിക്കില്ല. പരീക്ഷയിലൂടെ ഇവനെ കടത്തിവിട്ടാൽ പൊന്നുപോൽ ഇവൻ പുറത്തു വരുമെന്ന് ഉറപ്പുള്ളവനെ മാത്രമേ പരീക്ഷിക്കുള്ളൂ. ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ, എന്റെ ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നവനല്ല. ഒരിക്കൽ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ച പത്രോസിന്റെ നിഴലിനകത്ത് ദൈവശക്തി വ്യാപരിപ്പിച്ചു. തബീത എന്ന പെൺകുട്ടി അവൻ ഉയർപ്പിച്ചു. പൊന്ന് വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കലിരുന്ന മുടന്തൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമീൻ. വിശ്വാസത്തെ പാറ്റിക്കളയുവാൻ സാത്താൻ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ച പത്രോസ് പിന്നത്തേതിൽ വിശ്വാസ വീരനായി മാറി. പക്ഷേ മെസ്സേജ് ശ്രദ്ധിക്കണം. എന്താണ് സാത്താൻ
ദൈവത്തോട് ആവശ്യപ്പെട്ടത്? സാത്താൻ വേറൊന്നുമല്ല ആവശ്യപ്പെട്ടത്, അവന്റെ അപ്പോസ്തലത്വം എടുത്തു കളയണമെന്നോ, പത്രോസിന്റെ കുടുംബജീവിതം തകർക്കണമെന്നോ? ഒരു കാര്യമല്ല ആവശ്യപ്പെട്ടത്. സാത്താൻ ആവശ്യപ്പെട്ടത് അവൻ വിശ്വാസത്തിൽ നിന്ന് പോണം. ആര്? പത്രോസ് പിന്മാറിപ്പോണം. കുറെയൊക്കെ പറ്റിയായിരുന്നു. അതാണ് കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ സമയങ്ങളിൽ പടകും വലയെടുത്ത് പുള്ളി പോയായിരുന്നല്ലോ, സഹോദരന്മാരെയും വിളിച്ചുകൊണ്ട്. പിന്മാറ്റത്തിലേക്ക് പോയില്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായതുകൊണ്ട് വീണ്ടും കനലിൽ ചുട്ട അപ്പവും മീനുമായി തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ അരികിൽ ചെന്ന് അവനെ വീണ്ടെടുത്തു. അതാണ് കർത്താവിന്റെ സ്നേഹം. അപ്പോൾ സാത്താന്യ മണ്ഡലത്തിന്റെ, സാത്താന്യ സാമ്രാജ്യത്തിന്റെ എല്ലാ കാലത്തെയും ആഗ്രഹമെന്ന് പറയുന്നത് തന്റെ ജനം വിശ്വാസത്തിൽ നിന്നും താഴേക്ക് പോകണമെന്നുള്ളതാണ്. യേശു അപേക്ഷിച്ചത്, പത്രോസേ, നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഒരു സംഭവം കർത്താവ് വ്യക്തമാക്കുന്നത്, പത്രോസിനു വേണ്ടി യേശു ഇടിവിൽ നിന്നു, ഇയ്യോബിനു വേണ്ടി യഹോവയായ ദൈവം ഇടിവിൽ നിന്നു. പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും മധ്യയിൽ പൈശാചിക ശക്തികൾ നമ്മെ വിശ്വാസത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അകറ്റുവാൻ, സംശയിപ്പിക്കുവാൻ, തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കണം. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് രാവിലെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തിയ എൻ്റെ പ്രാർത്ഥന, എൻ്റെ വാചകങ്ങളിൽ, കർത്താവേ, നിന്റെ കൃപയിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നും അങ്ങയുമായുള്ള ബന്ധത്തിൽ നിന്നും ഒരു വ്യക്തികൾ പോലും അകന്നു പോകല്ലേ. കാരണം അവർക്കറിയില്ല ഇതിന്റെ പിറകിൽ സാത്താന്യ ശക്തിയാണെന്ന്. ഇയ്യോബിനെ വിശ്വാസ ജീവിതത്തിൽ നിന്നും ദൈവത്തെ ത്യജിച്ചു കളയാൻ നാക്കുകൊണ്ട് പറയിപ്പിക്കേണ്ടതിന് പ്രവർത്തിച്ച പിശാച് ഇന്ന് ലീവിലല്ല, അവൻ ലൈവാണ്. പത്രോസിന്റെ വിശ്വാസ ജീവിതത്തെ ഗോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ. എന്തോ ഈ പാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഓർക്കണം, പാറ്റിക്കളഞ്ഞാൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലായി. പാറ്റിക്കളഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കപ്പെടുകയില്ല. പാറ്റിക്കളഞ്ഞാൽ ആ മുറത്തിലിരിക്കുന്ന ധാന്യങ്ങൾ മാത്രമേ പിന്നെ ശ്രദ്ധിക്കുള്ളൂ. പാറ്റിക്കളഞ്ഞതിനെ മൈൻഡ് ചെയ്യില്ല. പാറ്റിക്കളഞ്ഞാൽ പോയി, പിന്നെ അത് ശ്രദ്ധേയമല്ല. ഇസ്രായേലിലൊക്കെ ഗോതമ്പ് പാറ്റുന്ന ആ പിക്ചറാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഹൂദന്മാർ എങ്ങനെയാണ് ഗോതമ്പ് പാറ്റുന്നത് എന്നുള്ളതാണ്. ആ ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് അവർ അത് മുകളിലേക്ക് എറിയുമ്പോൾ നല്ല കാറ്റുള്ള സമയത്ത് അവരിത് ചെയ്യുന്നേ. ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ് പറന്നു പോകും, നല്ലത് മാത്രം അത് അപ്പുറത്തെ സൈഡിലോട്ട് പറന്നു പോകുന്നത് വേണ്ടാത്തതാ. പിന്നെ അത് ശ്രദ്ധിക്കപ്പെടാത്തതാണ്. വേണ്ടത് മാത്രമേ പിന്നെ താഴെ കാണുള്ളൂ, അതിനെ മാത്രമേ പിന്നെ ഫോക്കസ് ചെയ്യുള്ളൂ, ശ്രദ്ധിക്കുള്ളൂ, എടുക്കുള്ളൂ, പ്രയോജനപ്പെടുത്തത്തുള്ളൂ. താങ്ക് യു മോനെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതുപോലെ സാത്താൻ നിന്നെ കോരി എറിഞ്ഞു കളയാൻ, ഒന്നുമല്ലാതാക്കി തീർക്കുവാൻ, നശിപ്പിച്ചു കളയാൻ, ആർക്കും ഒരു പ്രയോജനമില്ലാതാക്കാൻ, എവിടെയോ കാറ്റത്ത് പറന്നുപോയി എവിടെയോ വീഴുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തകർന്നു പോകുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ ഇടയിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, എത്രയോ സന്ദർഭങ്ങളിൽ ഇതുപോലെ പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുകയും നിങ്ങളെ പാറ്റിക്കളയുവാൻ പദ്ധതികൾ ഒരുക്കുകയും ചെയ്തെടുത്ത് എന്റെ കർത്താവ് നിലനിർത്തി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ദയവായി ഈ ദിവസങ്ങളിൽ
പലരുടെയും വിശ്വാസ ജീവിതം നിലനിൽക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ വിശ്വാസത്തിൽ ശക്തരാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. മനുഷ്യരാണ്. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യോബിന്റെയും പത്രോസിന്റെയും ചരിത്ര സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ട ഒരു എക്സൈറ്റ്മെന്റിലല്ല, നിരന്തരമായി പ്രാർത്ഥിക്കണം. നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് കത്തിച്ച് നശിപ്പിച്ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, ആ കേൾവി ഉണ്ടായപ്പോൾ താൻ ഇരുന്ന് ദുഃഖിച്ച് കരഞ്ഞു. തന്റെ ദേശത്തിന് വേണ്ടി, തന്റെ പട്ടണത്തിന് വേണ്ടി അവൻ ദൈവത്തോട് ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. തന്റെ പട്ടണം, ദൈവത്തിന്റെ നഗരമായ ജെറുസലേം റിസ്റ്റോർ ചെയ്യപ്പെടുവാൻ, പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നത് അനേകരുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അവർ വിശ്വാസത്തിലും ദൈവകൃപയിലും നിലനിൽക്കണം. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയുടെ നടുവിൽ സാത്താൻ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് തന്റെ ജനം, സ്രഷ്ടാവിനെ ചോദ്യം ചെയ്യണം. ജീവനുള്ള ദൈവത്തെ നീ ത്യജിച്ചു കളയണം. നിന്റെ വിശ്വാസം കാറ്റത്ത് പാറിപ്പോകുന്ന പൊടി പോലെയാകണം. പക്ഷെ ഇതിന്റെ നടുവിൽ നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ദൈവകൃപ, ദൈവശക്തിയിൽ നടത്തുന്ന ഒരു ദൈവകൃപ ഇന്ന് ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ,